എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അപർണ ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് തമ്പിയുടെ അരിയിലേക്ക് വരുന്നത്. പിന്നീട് തമ്പിയോട് പറഞ്ഞു, അച്ഛാ ഒരു കാരണവശാല് ആ ജാനകി അമ്മയെ കണ്ടെത്തിക്കൂടെന്ന് പറയണം. ഇത് കേട്ടതും തമ്പി പറഞ്ഞു, അല്ല അവളെന്താ അതിന്റെ പിന്നാലെയാണോ ഇപ്പോഴും ചോദിക്കുക? അതെ, അവൾ അതിന്റെ പിന്നാലെ തന്നെയാ. അങ്ങനെ എന്തേലും അവളുടെ അമ്മയെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതെന്റെ പരാജയമായിരിക്കും എന്ന് പറയണം. ഇത് കേട്ട തമ്പി പറഞ്ഞേ, അങ്ങനെയൊന്നും കണ്ടെത്താൻ പോകുന്നില്ലെന്ന് പറയാ. അല്ലാച്ചാ അവള് കണ്ടെത്തുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. കാരണം അവൾ എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് നടക്കണേന്ന് പറയണം. തമ്പി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവൾ ഒരിക്കലും അവളുടെ അമ്മയെ കണ്ടെത്താനായിട്ട് പോകുന്നില്ല. മോള് വിഷമിക്കണ്ടെന്ന് പറയണം. അച്ഛനറിയാലോ, അങ്ങനെ അവൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ദുരന്തമായിരിക്കും എന്ന് പറയണം. മോൾ എന്തിനാ വിഷമിക്കുന്നേ? അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തി കൊണ്ടുവരുവാണെങ്കിൽ നല്ല കാലമല്ലേ. ഇപ്പൊ ഈ അവിടെ കിടന്ന് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന പ്രഭാവതി ഉണ്ടല്ലോ, പ്രഭാവതിയുടെ കൂടെ അടുക്കള ജോലി ചെയ്യാൻ ഒരാളും കൂടി ആയില്ലേന്ന് ചോദിക്കുക. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല ചാ, നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നും അല്ല കാര്യങ്ങൾ. അവളെക്കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കാഞ്ഞിട്ടാന്ന് പറഞ്ഞിട്ട് അപർണ അങ്ങോട്ടേക്ക് പോകണം. തമ്പി ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു. അവള് പറയുന്നതിലും കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ജാനകിയും അബീനെയും കൂടെ ഒന്ന് വെറുതെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് ജാനകിയുടെ അമ്മേനെ അച്ഛനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അനാഥയാന്നും പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിങ്ങനെ അവസാനം ഒരു കുരിശാവുന്നുള്ള കാര്യം ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ഇപ്പൊ തോന്നുന്നു ഒന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്തയൊക്കെ ഈ പറയുന്ന തമ്പിയുടെ മനസ്സിലുണ്ടാവുകയാണ്. പിന്നീട് പ്രഭാവതി അടുക്കളയിൽ കറിക്കൊക്കെ ഒരുക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജാനകി അങ്ങോട്ടേക്ക് വരുവാണ്. ജാനകിയെ കണ്ടതും പ്രഭാവതി ചോദിച്ചു, അല്ല കളിയാക്കുമെന്നോ അങ്ങനെ എന്തെങ്കിലും നിനക്ക് തോന്നരുത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെന്ന് ചോദിക്കുക. എന്താമ്മേ? അത് പിന്നെ ഇനിയും പോകുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ്. യാത്ര പോണമേ, നാളെ പോണമെന്ന് പറയാം. അല്ല നിന്റെ അമ്മയെ അന്വേഷിച്ചുള്ള യാത്രയെ അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിനക്ക് എന്തെങ്കിലും അറിവുണ്ടായിട്ടാണോ നീ ഇങ്ങനെ പോണേ? അതോ ഇനിയിപ്പോൾ വേറെന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണോ എന്ന് ചോദിക്കണം. അത് കേട്ടത് ജാനകി ഒരു നിമിഷമൊന്നും ഉണ്ടായിരുന്നു. പിന്നീട് ഒന്ന് ആലോചിച്ചിട്ട് പ്രഭാതി പറഞ്ഞു, അപർണ നിന്നെ പലപ്പോഴും കളിയാക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് വിഷമവും വേദനയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ നിന്റെ ഈ പോക്ക് കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയണം. ഇത് കേട്ടതും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് ജാനകി പറഞ്ഞു, അതെ ഇനിയിപ്പോൾ അമ്മയോട് മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയണം. എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, അതെ എൻ്റെ അമ്മയെക്കുറിച്ച് ചില സൂചനകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അച്ഛൻ മരിക്കിൻ്റെ തലേ രാത്രി എനിക്കത് കിട്ടിയതാന്ന് പറയണം. ഈ തവണ പ്രഭാവതിയാണ് ഞെട്ടിയത്. എന്തൊക്കെയാ ജാനി നീ പറയണമെന്ന് ചോദിക്കും. അതേമേ, ഒരു പക്ഷേങ്കിൽ അച്ഛൻ മരിക്കാതിരിക്കുമായിരുന്നെങ്കിൽ എൻ്റെ അമ്മയെക്കുറിച്ചുള്ള കൃത്യമായുള്ള വിവരങ്ങളൊക്കെ എനിക്ക് കിട്ടിയാണെന്ന് പറയാം. പക്ഷേ പിറ്റേ ദിവസം അച്ഛൻ മരിച്ചുപോയി. പിറ്റേ ദിവസം എന്നോട് കാര്യങ്ങളൊക്കെ പറയാന്നാ പറഞ്ഞിരുന്നേ. അമ്മയെ കാണാനായിട്ട് പലവട്ടം അച്ഛൻ ആഗ്രഹിച്ചിരുന്നു. അമ്മ ഒരു വട്ടമെങ്കിലും അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുവാന്ന് അച്ഛൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനാണെങ്കിലും അഭിയേട്ടനാണെങ്കിലും മാറി വന്ന് അമ്മയോട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ അമ്മ ഒരു വട്ടം പോലും അച്ഛനെ കാണാനായിട്ട് കൂട്ടാക്കില്ല. അങ്ങനെ കാണുമായിരുന്നെങ്കിൽ അച്ഛൻ ഒരുപക്ഷെ അപ്പം മരിക്കില്ലായിരുന്നു. എൻ്റെ അമ്മ എവിടെ എന്താന്നുള്ള വിവരങ്ങളൊക്കെ എനിക്ക് കിട്ടിയാലും. പക്ഷെ അമ്മ പോകാനായിട്ട് കൂട്ടാക്കിയില്ല. അമ്മയുടെ ഈഗോ അമ്മേനെ അത് സമ്മതിച്ചില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അഭിയേട്ടൻ എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ അച്ഛൻ അമ്മയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അതറിയാൻ വൈകിപ്പോയ ആൾ അമ്മയാണ്. അമ്മ ഒരു പക്ഷേ അമ്മയുടെ സ്നേഹം എങ്ങനെയായിരുന്നു എനിക്കറിയില്ല. പക്ഷെ അച്ഛൻ അങ്ങനെ ആയിരുന്നില്ല. അച്ഛന് അത്ര ഇഷ്ടമായിരുന്നു അമ്മേനെ, അത്ര ഇതായിട്ട് അമ്മയെ സ്നേഹിച്ചിരുന്നൊക്കെ പറയണം. ഇതൊക്കെ പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രഭാതിക്ക് അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി. പിന്നീട് ജാനകി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ്. പ്രഭാതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പ്രഭാതിക്ക് മനസ്സിലായി താൻ ചെയ്ത വലിയൊരു തെറ്റ് തന്നെയാണ്. ഇനി അത് തിരുത്താൻ പറ്റില്ലെന്നുള്ള കാര്യം. മരിച്ചു പോകേണ്ട ആൾ മരിച്ചുപോയി. പക്ഷെ ഇപ്പോഴാണ് താൻ അതിൻ്റെ വേദന മനസ്സിലാക്കുന്നത്. ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടോ അതിനെ കണ്ണീര് പൊഴിച്ചിട്ടോ കാര്യമില്ലോ. പിന്നീട് ആകെപ്പാടെ വിഷമിച്ച് പ്രഭാവതി ഇരിക്കുകയാണ്. പ്രഭാവതിക്കാണ് നല്ല ദേഷ്യം വന്നു അപർണയോട്. കാരണം അവൾ ഒറ്റ ഒരുത്തി എല്ലാത്തിനും കാരണക്കാരി. എന്നിട്ടോ അവളിപ്പം ഈ കുടുംബം തന്നെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഒന്നും പറയാൻ പോലും പറ്റാത്ത സ്ഥിതിയിലായി കാര്യങ്ങൾ എന്നൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ ടെൻഷൻ ഉണ്ടായിരുന്നു പ്രഭാവതിയുടെ മനസ്സിൽ. അതിനുശേഷം അമൃത അജയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും അജയ് അങ്ങോട്ടേക്ക് വന്നു. അമൃതയോട് പറഞ്ഞു, എന്നാലും ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ നിനക്ക് കാണാൻ വരാനെങ്കിലും തോന്നിയല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അമൃത പറഞ്ഞു, അജയ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വന്ന് എന്തുകൊണ്ടാന്ന് അറിയാലോ. നീ എൻ്റെ കൂടപ്പുറപ്പായതുകൊണ്ടല്ലേ? കൂടപ്പുറപ്പായതുകൊണ്ട്. അല്ല അങ്ങനെയൊക്കെയുള്ള ചിന്ത അജയുടെ മനസ്സിലുണ്ടോന്ന് ചോദിക്കും. അതെന്താ അമൃത നീ അങ്ങനെ പറഞ്ഞേ? അല്ല അങ്ങനെയുള്ള സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ നിനക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ജെസിക്കേനെയും ഹണി റോസിനെയും വെച്ച് എൻ്റെ ജീവിതം തകർക്കാൻ നീ ശ്രമിക്കില്ലായിരുന്നു പറയണോ. പെട്ടെന്നൊന്നും അറിയത്തില്ലാത്ത മറ്റേ അജയ് ചോദിച്ചു, ഞാൻ തകർത്തുന്നോ നിന്റെ ജീവിതമോ? അതെ, ജെസിക്കേനെയും ഹണി റോസിനെയും വെച്ച് നന്നായിട്ട് നീ കളി കളിച്ചു. ഇതൊക്കെ ഞാൻ അറിയില്ലെന്ന് നീ കരുതിയോ? വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ അമൃതയെന്ന് പറയണ. അനാവശ്യമല്ല, ജെസിക്ക് എൻ്റെ മുന്നിൽ കുമ്പസാരിച്ച കാര്യമാണ്. എല്ലാം എന്നോട് പറഞ്ഞു. അവസാനം ഹണി റോസിന്റെ പിടി നീ ഒതുങ്ങി കഴിഞ്ഞപ്പോൾ ജെസിക്കനെ നൈസായിട്ട് അങ്ങോട്ട് തേച്ചില്ലേ. നിന്റെ ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് നീ അങ്ങോട്ട് പോയി. കൂടുതൽ ഞാൻ പറയണോ അജയ് എന്നൊക്കെ ചോദിക്കണം.
ഇത് കേട്ടപ്പോൾ അജയ് പറഞ്ഞു, അത് പിന്നെ ഞാൻ ഈ സമയം അമൃത ചോദിച്ചു, നിനക്ക് എന്തിൻ്റെ കുറവ് അജയ്? അല്ല എനിക്ക് അറിയത്തില്ലാണ്ട് ചോദിക്കാം, നിരഞ്ജനെ പോലുള്ള പെണ്ണിനെ വഞ്ചിക്കാണ്ട് നിനക്ക് എങ്ങനെ തോന്നുന്നു ചോദിക്കണം. ഇതേ എല്ലാം ശരണാണ് എല്ലാത്തിനും കാരണക്കാരൻ. ഹണി റോസുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ലെന്ന് പറയാം. വെറുതെ പറയില്ല അജയ്, നീ വെറുതെ എൻ്റെ അടുത്ത് കള്ളത്തരം പറയുന്നതെന്ന് മനസ്സിലായെന്ന് പറയണം. ഇത് കേട്ടോ അജയ് പറഞ്ഞു, ഇല്ല, ഈ പറയുന്ന ശരൺ ഹണി റോസിനെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുക. എവിടുന്ന്? ഹണി റോസ് ആണ് ഇപ്പം ശരണിനെ വിളിച്ചോണ്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങൾ, നിന്റെ കാര്യങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കുന്നുണ്ട്. നീ ഏതോ വലിയ പാർട്ടിയുടെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങിയെന്ന് അറിഞ്ഞല്ലോ ഹണി റോസിന് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അവസാനം ഇത് നിന്റെ തലയിൽ തന്നെ ഇരിക്കുമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, ഓഹോ, അപ്പം എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നീ അറിയുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുക. അറിയുന്നുണ്ട്, ഞാൻ ശരണും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷെ നീ പോകുന്ന ആപത്തിലേക്കാണ്, അറിയാലോ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ സ്ഥിതി എന്ത് എന്ന് എനിക്ക് പോലും അറിയത്തില്ല അജയ്. നീ നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണം എന്ന് പറയാം. ഇത് കേട്ട് അജയ് പറഞ്ഞു, പിന്നെ നാശത്തിലേക്ക് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നിനക്കൊന്നും അറിയത്തില്ല. അല്ലെങ്കിൽ നീ നിരഞ്ജനെ ഇങ്ങനെ കാണിക്കുമോ? പാവം നിരഞ്ജന, അവൾ നല്ല കുട്ടിയല്ലേ, സ്നേഹിക്കാൻ മാത്രം അറിയുന്നവളല്ലേ അവള്. അവളെ ഉപേക്ഷിച്ചിട്ട് നിനക്ക് എങ്ങനെ ഈ ഹണി റോസിന്റെ പുറകെ പോകാൻ തോന്നിയെന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ട അജയ് പറഞ്ഞു, ആര് പോയെന്ന്? ഹണി റോസും ഞാൻ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമല്ല. നിരഞ്ജനെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കാൻ പോകുന്നില്ല. നിരഞ്ജനെ അല്ലാതെ ജീവിതത്തിൽ എൻ്റെ ഒരു വേറൊരു പെണ്ണും ഇല്ലെന്ന് പറയാം. അതിപ്പം നീ ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറയണോ? നീ മനസാക്ഷിയോട് തന്നെ ചോദിച്ചു നോക്കിയേ. പക്ഷെ നിരഞ്ജനയ്ക്ക് നിന്റെ വേണ്ടെങ്കിലോ നിന്റെ ജീവിതം നീ തന്നെ കൊണ്ടു നശിപ്പിച്ചു കളയും. ഞാൻ പറയാനുള്ള പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം എന്താ വെച്ചാൽ നീ ചെയ്തോ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ലെന്ന് പറയണം. ഇപ്പോഴാണെങ്കിൽ നിനക്ക് എങ്ങനെയാലും രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ എങ്കിൽ പിന്നെയാണെങ്കിൽ നീ വലിയ സാമ്പത്തിക ക്രമക്കേട് തന്നെയായിരിക്കും ചെന്ന് പെടുന്നത്. അത് ഞാൻ പറഞ്ഞില്ല എന്നും വേണ്ടെന്ന് പറയണം. അവസാനം അജയ്ക്ക് ദേഷ്യം വന്നിട്ട് അജയും കൂടെ പോവാണ്. ആ സമയം അമൃത എന്ത് ചെയ്യാണ്, പ്രഭാവതിനെ വിളിക്കുകയാണ്. പ്രഭാവതിനെ വിളിച്ചും പ്രഭാവതി ചോദിച്ചു, ഓ ഇപ്പോഴെങ്കിലും നിനക്ക് വിളിക്കാൻ തോന്നിയില്ലോ? ഇത് കേട്ടോ അമൃത പറഞ്ഞു, അമ്മയ്ക്ക് എന്നെ ഒന്ന് വിളിക്കാമല്ലോ എന്ന് പറയണം. അല്ല നീ എന്താ ഇങ്ങോട്ടേക്ക് വരാത്തതെന്ന് ചോദിക്കാം. എന്തിനാ അമ്മ അങ്ങോട്ടേക്ക് വരുന്നേ? അച്ഛൻ മരിച്ചോട് കൂടിയിട്ട് അതൊരു വീടാണോ? ഒരു വീടായിട്ട് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം. അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അപർണയല്ലേ? ഞാൻ ഇന്ന് അറിഞ്ഞേ അമ്മയുടെ കഷ്ടപ്പാടുകളൊക്കെ. അമ്മ തന്നെ അടുക്കള ജോലി ചെയ്യുന്നില്ലേ? അവിടെ കല്യാണം കഴിഞ്ഞു വന്ന മരുമക്കളുള്ളപ്പം അമ്മയ്ക്ക് അടുക്കള കയറി ജോലി ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും പ്രഭാവതി പറഞ്ഞു, അതൊക്കെ എൻ്റെ തലയിലെഴുത്ത്. ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനമുണ്ട്, അപർണ ഒരു നല്ല കാര്യം ചെയ്തു എന്ന് അമൃത പറയണം. എന്താണ് മുത്തച്ഛനെ കൊണ്ടുപോയി ഓർഫനേജിലാക്കിയത്, വൃദ്ധസദനത്തിലാക്കിയത് നല്ല കാര്യം അല്ലായിരുന്നെങ്കിലോ? ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് പ്രഭാവതി ചോദിച്ചു, അല്ല നീ നിന്റെ മുത്തച്ഛനെ കാണാൻ പോയാ? എന്തിനാ? അമ്മ കാണാൻ പോയെന്ന് ചോദിക്കുക. ഞാൻ പോയില്ല എൻ്റെ അമ്മയെ. ഞാൻ എങ്ങാനും കാണാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മുത്തശ്ശി എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഇങ്ങോട്ട് പോരും. ഇപ്പോൾ സ്വസ്ഥതയും സമാധാനത്തോടും കൂടി ഞാനും ശരണോട് ജീവിതം തുടങ്ങിയിട്ടുള്ളൂ. വെറുതെ എന്തിനാ ആ ജീവിതം ഞാൻ ഇല്ലാതാക്കുന്നേ? അമ്മയൊരു കാര്യം ചെയ്യാം, അമ്മ ഇങ്ങോട്ടേക്ക് വാ, എൻ്റെ ഒപ്പം വന്ന് നിൽക്കാൻ പറയണം. ഇല്ല ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നോളെന്ന് പറയാം. നിനക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോയെന്ന് ചോദിക്കാം. ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് അമൃത പറഞ്ഞു, എനിക്കറിയാം അമ്മയ്ക്ക് അറിയണ്ടേ, അജയനെ കുറിച്ചല്ലേന്ന് ചോദിക്കുകയാണ്. അജയുടെ ജീവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. അവൻ ദുരന്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവനെ രക്ഷിക്കാനായിട്ട് അഭിയേട്ടന് മാത്രം സാധിക്കുള്ളൂ എന്ന് പറയണം. അമ്മ ഒരു കാര്യം ചെയ്യുക, അഭിയേട്ടനോട് കാര്യങ്ങളൊക്കെ പറ. അഭിയേട്ടൻ ശ്രമിച്ചാൽ മാത്രം അജയനെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ആർക്കും രക്ഷിക്കാനൊന്നും പറ്റില്ല. പിന്നെ അവസാനം കൈകാലിട്ട് നിലവിളിച്ചിട്ട് കാര്യമില്ലെന്ന് പറയണം. ഇനിയെങ്കിലും അമ്മ അഭിയേട്ടനും ജാനകിയേട്ടനെ അംഗീകരിക്കാനും നോക്ക്. അവരാരെ എന്താന്ന് മനസ്സിലാക്കാൻ നോക്ക്. അമ്മയുടെ കുടില ബുദ്ധിയും കൊണ്ട് ഇരുന്നിട്ടൊന്നും കാര്യങ്ങളും മുന്നോട്ട് നീങ്ങില്ലെന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേഷ്യപ്പെട്ട് പ്രഭാവതി അങ്ങോട്ട് കോഡ് കട്ട് ചെയ്യണം. അമൃതയ്ക്ക് മനസ്സിലായി അമ്മയ്ക്ക് കട്ടക്കലിപ്പാന്ന്. പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലോ എന്നൊക്കെ അമൃത ഇങ്ങനെ മനസ്സിൽ കരുതുവാണ്. പിന്നീട് നിരഞ്ജന ജാനകിയുടെ ഏരിയയിലേക്ക് വരുവാണ്. ജാനകിയുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഹണി റോസിൻ്റെ അജയുടെ ഫോട്ടോ കണ്ട കാര്യങ്ങളൊക്കെ പറയണം. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ജാനകി നിരഞ്ജനോട് ചോദിച്ചു, അല്ല നീ ഇപ്പം നിന്റെ മനസ്സിലെന്താ, ഇനിയിപ്പം നീ എന്ത് ചെയ്യാനാ തീരുമാനിച്ചിരിക്കുന്നു ചോദിക്കും. ജാനിയടുത്തേക്ക് അറിയാലോ, പോകുന്നിടത്തോളം വരെ പോട്ടെ എന്ന് വിചാരിക്കുക. ഇനി ഞാനും അജയും തമ്മിലൊരു ബന്ധവും കാണത്തില്ല. എൻ്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എത്ര വലിയ സ്നേഹത്തോടെ ഇരുന്ന ആൾക്കാരാണെങ്കിലും കോടതി വന്നു കഴിയുമ്പോഴത്തേനും ഒരു ഡിവോഴ്സിന്റെ പേരിൽ രണ്ടും രണ്ട് വ്യക്തികളായിട്ട് മാറുന്ന ആൾക്കാരാ. അച്ഛൻ ഒത്തിരി കേസുകളൊക്കെ കണ്ടോളല്ലേ. അതുപോലെ ഒരു ദിവസം ഞാനും അജയും തമ്മിൽ വേർപിരിയും കണ്ടു. ഈ ഹണി റോസുമായിട്ടുള്ള അജയുടെ ബന്ധം ഞാൻ അറിഞ്ഞതിന് ശേഷം എൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് ജാനിയടുത്തേക്ക് അറിയാവോ? ജാനിയടുത്ത് അതിനേക്കാളും വലിയ ടെൻഷൻ ആയതുകൊണ്ട് ഞാനിതും പറയാതിരുന്നേ. പക്ഷെ എൻ്റെ മനസ്സ് എത്രമാത്രം കഷ്ടപ്പാടില്ലാന്നറിയാവോ? ശരിക്കും പറഞ്ഞാൽ അപർണയെ താഴെ കിട്ടണ്ടായിരുന്നു അജയ്. അവിടെ നിന്നാണ് ഞാൻ അജയ് പിടിച്ചു വലിച്ചുകൊണ്ട് പോയത്. ഇപ്പോഴോർക്കൊന്നും വേണ്ടിയിരുന്നില്ലെന്ന്. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വരാനുള്ളത് വഴി തങ്ങില്ലെന്ന് പറഞ്ഞാലേ. എന്നാലും കുഴപ്പമില്ല, ഞാൻ പോവും ജാനിയടുത്തി. അജയോട് ഗുഡ് ബൈ പറഞ്ഞ് പോകുന്നൊരു ദിവസം വരും. പക്ഷേങ്കിൽ അങ്ങനെ ഗുഡ് ബൈ പറയുമ്പോൾ അത് ഹണി റോസിൻ്റെ മുൻപ് വെച്ച് ആവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും ജാനകിക്ക് വല്ലാത്ത വിഷമമായിപ്പോയി. ജാനകി പറഞ്ഞു, അങ്ങനെയാണ് നീ കുടുംബം വിട്ടു പോകുമെന്ന് ചോദിക്കുകയാണ്.
എനിക്കൊരു കാര്യം ഉറപ്പായി, ഹണി റോസ് ഉടനെ തന്നെ അധികം വൈകാതെ അജയനെ ബാംഗ്ലൂർക്ക് കൊണ്ടുപോകുന്നു പറയാം. അങ്ങനെയാണെങ്കിൽ നീയും ഇവിടുന്ന് ഈ വീട് വിട്ട് പോകുന്ന ചോദിക്കാം. ഞാനിങ്ങനെ പോയാലും എനിക്ക് വരാതിരിക്കാൻ പറ്റുള്ളൂ. എന്നെ ജാനിയടുത്ത് ഉള്ളപ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റുള്ളൂ. ഇതേ ജാനിയടുത്തിന് അഭിയേട്ടൻ്റെ വീട് എത്ര കാലത്തോളം ഇതായിരിക്കുന്നോ അത്രയും കാലത്തോളം ഞാനിവിടെ കയറി ഇറങ്ങും. എനിക്ക് നിങ്ങളെ വിട്ടു പിരിയാൻ പറ്റില്ല. അത്രമാത്രം ഞാൻ എൻ്റെ ഒരു സ്വന്തം ചേച്ചിയുടെ സ്ഥാനത്താണ് ഞാൻ ജാനിയടുത്തെ കാണുന്നതൊക്കെ പറയണം. പിന്നീട് ജാനി ഇങ്ങനെ കെട്ടിപ്പിടിക്കണം നിരഞ്ജന. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ജാനകിയും പൊന്നൂസും അബിയും കൂടെ നേരെ ആശ്രമത്തിലേക്ക് ചെല്ലുവാണ് രാധാമണി മനസ്സിലെ കാണാനായിട്ട്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മേരിക്കുട്ടിയമ്മ ഓടി ഇറങ്ങി വന്നു. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ എന്ന് പറയണം. പിന്നീട് പൊന്നൂസിനോട് ചോദിച്ചു, എന്നെ മനസ്സിലായെന്ന് ചോദിക്കും. ഇല്ലാന്ന് പറയണം. ജാനകിയോട് ഇതാ മേരിക്കുട്ടിയമ്മ. പൊന്നു ചോദിച്ചില്ലേ? ആ, ഇപ്പം മനസ്സിലായെന്ന് പറയണം. മേരിക്കുട്ടിയമ്മ പറഞ്ഞു, ഞാൻ ലഗേജൊക്കെ എടുക്കാന്ന് പറയണം. അബി പറഞ്ഞു, മേരിക്കുട്ടിയമ്മ ഈ പ്രായ സമയത്തോ അതൊന്നും വേണ്ട, അതൊക്കെ ഞങ്ങൾ എടുത്തോളാം, അമ്മയൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ടേക്ക് മുറിയിലേക്ക് പോവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രാധാമണി മനസ്സിൽ പൊന്നൂസിന്റെ മുഖത്തേക്ക് ഇങ്ങനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. ആ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പൊന്നൂസ് ജാനകിയോട് ചോദിച്ചു, എന്താമ്മേ അമ്മമ്മ എന്നെ ഇങ്ങനെ നോക്കണേന്ന് ചോദിക്കുക. എന്നെ മനസ്സിലാത്ത പോലെ. അതെ, ഞാൻ പറഞ്ഞില്ലേ പൊന്നൂസെ അമ്മമ്മയ്ക്ക് അസുഖം ഉണ്ടെന്ന്, അതുകൊണ്ടാ. ഓ, അതുകൊണ്ടാണോ? പിന്നീട് ജാനകി പറഞ്ഞു, അമ്മ ഇതാരാന്ന് മനസ്സിലായേ? എൻ്റെ മോളാ, പൊന്നൂന്നാ വീട്ടിൽ വിളിക്കണമെന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകിയുടെ മുഖത്തും പൊന്നൂസിന്റെ മുഖത്തും ഒന്ന് രാധാമണി വരച്ചിട്ട് നോക്കുവാണ്. പിന്നീട് പൊന്നൂസിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി അമ്മമ്മേന്ന് പൊന്നൂസ് വിളിക്കുവാണ്. ആ വിളി വെച്ച് കേട്ടതും രാധാമണിയുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അബിക്കും ജാനകിക്കും ഭയങ്കര സന്തോഷമായി. പൊന്നൂസ് പറഞ്ഞു, ഞാനേ അമ്മമ്മയുടെ കൊച്ചുമോളാ, എൻ്റെ പേര് പൊന്നൂന്നാന്ന് പറയാണ്. പിന്നീട് ജാനകി പൊന്നൂനോട് പറഞ്ഞു, അതെ അമ്മമ്മേന്ന് വിളിക്കുക, അമ്മമ്മയ്ക്ക് സുഖമാണെന്നൊക്കെ ചോദിക്കുക, അമ്മമ്മയോട് കുറേ വർത്താനം പറയാണ്. ഇത് കേട്ടത് പൊന്നൂസ് ഓരോന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പോഴത്തേക്കും രാധാമണി വത്സരുടെ മുഖത്ത് വീണ്ടും ആ പുഞ്ചിരി തെളിഞ്ഞു. പൊന്നൂസിനെ നോക്കി പുഞ്ചിരിച്ചു. ഇതേമ്മേ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടല്ലോ അമ്മമ്മയെന്ന് പറയണം. അത് കേട്ടതും ജാനകിക്ക് അബിക്ക് സന്തോഷമായി. കാരണം ഇങ്ങനെ ഒരു പോസിറ്റീവ് കാര്യം നടക്കാന്ന് ചെറുതൊന്നുമല്ല, ഇത്രയും കാലമായിട്ട് അങ്ങനെയൊന്നും നടന്നിട്ടില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു കാര്യം ഉറപ്പായി, പൊന്നൂസിനെ കൊണ്ട് സാധിക്കും അമ്മമ്മേനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട്. അവളുടെ അച്ഛനെ തിരികെ കൊണ്ടുവന്നതല്ലേ, അപ്പം അമ്മമ്മേനെ തിരികെ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ള ചിന്ത ജാനകിയുടെ അവയുടെ മനസ്സിലേക്ക് വരുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഇനി നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ തന്നെയാണ് വൈകുന്നേരം കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ വിശേഷങ്ങളൊക്കെ കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.